നമ്മുടെ നാട്ടുകാരായ ശരിക്കാരായ പരിസരത്തിനെ പറ്റി പഞ്ചായത്താണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ കുറെ കാലം വെച്ച് കുറെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി ഓടിയൊക്കെ മിച്ചുണ്ടാക്കിയ ഒരു കൂട്ടായ്മയാണ് ഈ നമ്മുടെ ഇന്നത്തെ പരിപാടി. കഴിഞ്ഞ വർഷം നാട്ടിലേക്കുമായി ഏകദേശം 25 നേതാക്കന്മാരടക്കം പലരും പങ്കെടുത്ത ഒരു പരിപാടി നടത്തിയിരുന്നു. ഇത് 3ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഒട്ടേറെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സഹായങ്ങളും നൽകിയിട്ടുണ്ട്. കൂടുതൽ വിശദീകരിക്കുന്നില്ല. റിപ്പോർട്ടും അതുപോലെ മറ്റുള്ളവരും സംസാരിക്കാറുണ്ട്. നമ്മൾ 2 മണിക്ക് തുടങ്ങുന്ന വിചാരിച്ച മഴയും അതുപോലെ മറ്റും ഇതുവരെ കുറച്ച് വൈകിയത് ഒരുപാട് തരത്തിലുള്ള നേതാക്കന്മാരെ ക്ഷേത്രം അറിയിക്കുന്നു. നമ്മുടെ ആളുകൾ വരാൻ ആവുന്നു. അതുകൊണ്ട് നമുക്ക് ഇപ്പം തുടങ്ങാൻ പരിപാടി. അങ്ങനെ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ നേരത്തെ തന്നെ എത്തിച്ചേർന്ന് ബഹുമാന്യനായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുരേഷ് അവരുടെ വേദിയിലേക്ക് വളരെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രവർത്തകരെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ബഹുമാനമാസ്റ്റർ ഒരു അധ്യക്ഷ പ്രസംഗത്തിന് ഞാൻ ആരംഭിക്കുന്നില്ല. കാരണം 2 മണിക്ക് പറഞ്ഞതിന് ശേഷം 3 അടുത്തെത്തി വളരെ സമയം വളരെ കുറവാണ്. എന്നിട്ടാണ് 2 വാക്ക് പറയുന്നത്. കഴിഞ്ഞ വർഷം ചെറുപ്പശ്ശേരി നമ്മൾ നടത്തിയ സ്നേഹസ്പർശ എന്നോ നാടുകളിലും സ്നേഹസ്പർശ 2 എന്ന പരിപാടി സംഘടിപ്പിച്ചു. ഇതോടൊപ്പം തന്നെ ഒരു കുടുംബത്തിനോട് തീരുമാനിച്ചു. ആ തീരുമാനത്തിൽ കുടുംബത്തിന് കൊടുക്കാൻ ഏറ്റവും അനുയോജ്യം ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമായ ഒരു നല്ല കുടുംബദാസാണ് എന്ന തിരിച്ചറിയുന്നതാണ് ഒരു പ്രവാസി കുടുംബസംഘം എന്ന് തീരുമാനിച്ചത്. അതിനുവേണ്ടി അനുയോജ്യമായ മുപ്പതാം മാസങ്ങളെ ഈ പരിപാടികൾ സ്വാഗതം ചെയ്തു. അതോടൊപ്പം തന്നെ ഇന്നിവിടെ നടത്താനിരിക്കുന്ന വൈദ്യുതി പലതുമാണ്. വിദ്യാഭ്യാസ സഹായം, പെയിൻ സഹായം, ചികിത്സാ സഹായങ്ങൾ, വിധവാ പെൻഷനുകൾ, അവശ പെൻഷനുകൾ, ഗൾഫിലായിട്ട് മരണപ്പെട്ട നമ്മുടെ സുഹൃത്തായിരുന്ന സുഖിരാജന്റെ കുടുംബത്തിന്റെ സ്വയം തൊഴിൽ ചെയ്യുന്നതിനു വേണ്ടി ഒരു ഉപജീവനമാർഗം എന്നും മനസ്സിലാക്കി ആ വീടുമായിട്ട് നടത്തിച്ചേർന്നതിനെ കൊണ്ട് പലഹാരങ്ങൾ പാകം ചെയ്ത് ഇന്നലെ സഹായത്തോടും കൂടി ഇവിടെ ചെയ്യാൻ ആ കുടുംബം മറ്റുള്ളവരെ ആശ്രയിക്കാതെ മുന്നോട്ട് പോകാനാണെന്ന് മനസ്സിലാക്കി മിക്ഷൻ നിർമ്മിച്ചത് കഴിയും. അതിന്റെയും താക്കോൽദാനം ഈ അവസരത്തിൽ നടത്തുന്നുണ്ട്. ഈ കഴിഞ്ഞ വർഷത്തിൽ ഇവിടെ വെച്ച് വിപുലമായ പല പരിപാടികൾ സംഘടിപ്പിച്ചു. ചെറിയ രീതിയിൽ ഒരു നിക്ഷേപ സമാധാനം വെക്കാനായി വിഷൻ 2024 എന്ന നാമത്തോടെ കൂട്ടായ്മയുടെ 2ാം വർഷം പുതുതായി പരിപാടിയിൽ ജീവകാല പ്രവർത്തനത്തിലെ ഈ തവണ പ്രവാസിമാരെ പുരസ്കാരത്തിന് അശോക് താമരശ്ശേരിയെ ആദരിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടുകാരനായ ഹംസ പഠിക്കാനെതിരെ ഇവയുടെ ജീവകാല പ്രവർത്തനത്തിന് കൂട്ടായ്മ ആദരിക്കുകയും ചെയ്തു. ഒപ്പം 26 പ്രവാസികൾ വഴി നാട്ടിലേക്ക് തുടങ്ങിയ ഇവയുടെ കൂട്ടായ്മയുടെ ബോർഡുണ്ടായ ശക്തിപ്പാറയിൽ യാത്രകൾ നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ നാട്ടിൽ സ്വകാര്യ ഇവയുടെ കൂട്ടായ്മ കൂടുതൽ പാലക്കാട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സാഹിത്യയും ഊഷ്മളമായ സ്വീകരണത്തിൽ സംഘടിപ്പിച്ച് ചെറുപ്പശ്ശേരിയിൽ മുന്നോട്ട് പങ്കെടുത്തു. ചടങ്ങിൽ അശോക് മോട്ടിവേഷൻ സംഘടിപ്പിച്ചു. ഇവിടെ പല സംഘടനകളിലെങ്കിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നമ്മൾ തുടങ്ങിയ കൂട്ടായ്മയ്ക്ക്
ഒത്തൊരുമയുടെയും കാണിച്ചു കൊടുക്കാനായി ഇപ്പോൾ പല പരിപാടികളിലും ചെറുപ്പശ്ശേരിയിലെ കൂട്ടായ്മ ജനസാന്നിധ്യമാകുന്ന വളരെ സന്തോഷമുണ്ട്. 250ഓളം വരുന്ന കൂട്ടായ്മയുടെ മെമ്പർമാരെ ഫോണിൽ വിളിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് പല പരിപാടി പങ്കെടുത്തു. ഒരു സുഹൃത്തുബന്ധത്തിനുപരി ഒരു കുടുംബബന്ധം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. ഈ ഐക്യം ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഒരുപാട് കുട്ടികൾ പ്രവർത്തകർ ആ പ്രകാരം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നല്ല വിധത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷവും ഈ പ്രവർത്തകർ തന്നെയാണ് എന്ന് ഈ മനസ്സിലാക്കുന്നില്ല. ഈ പരിപാടിക്ക് വേണ്ടി എത്തിച്ചേർന്ന എല്ലാവർക്കും ജില്ലകളിലും കൂട്ടായ്മ വികസിക്കുന്നുണ്ട് റിപ്പോർട്ട് അനുസരിച്ചു. വേദിയിരിക്കുന്ന നേതാക്കന്മാരെ, ഈ സദസ്സ് ഗണ്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ചെർപ്പുളശ്ശേരി UA കൂട്ടായ്മയുടെ പ്രവർത്തകരുടെ കുടുംബങ്ങൾ, മാതാപിതാക്കൾ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശിവൻ, ചെർപ്പുളശ്ശേരിക്കാരായ UA ജോലി ചെയ്യുന്ന ആളുകളുടെ കൂട്ടായ്മ രൂപീകരിക്കുക എന്ന ഉദ്ദേശത്തോടെ 2013 ഏപ്രിൽ മാസം 5-ാം തീയതി ദുബായിൽ വിളിച്ചു ചേർന്ന യോഗത്തിൽ നിന്നാണ് ഈ കൂട്ടായ്മ രൂപീകൃതമായത്. ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും മതസംഘടനാപരമായും പ്രാദേശികമായും ഒക്കെ തന്നെയുള്ള യാതൊരു തരത്തിലുള്ള വ്യത്യാസവും കൈകടത്തലുകളുമില്ലാതെ തികച്ചും സ്വതന്ത്രമായും എല്ലാ തരത്തിലുള്ള ആളുകളെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു കൂട്ടായ്മ ആയിരിക്കണം ഈ കൂട്ടായ്മ എന്നത് ഇതിന്റെ ഓരോ അംഗവും ആഗ്രഹിച്ചതുകൊണ്ടാണ് യാതൊരു തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളുമില്ലാതെ വിജയകരമായ 3-ാം വർഷത്തിലേക്ക് ഈ കൂട്ടായ്മ പ്രവേശിച്ചത്. സാംസ്കാരിക, സാമൂഹിക, വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും സജീവമായ ഇടപെടലുകൾ നടത്താൻ ഈ കൂട്ടായ്മക്ക് ഈ കാലയളവിൽ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്ന ചെർപ്പുളശ്ശേരിക്കാരായ ആളുകളുടെ ഏറ്റവും വലിയതും കൂടുതൽ സജീവമായ അംഗങ്ങളുള്ളതുമായ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൂട്ടായ്മ എന്നത് ചെർപ്പുളശ്ശേരി കൂട്ടായ്മയാണ് എന്നത് അഭിമാനത്തോടെ പറയാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അംഗങ്ങളിൽ നിന്നും മെമ്പർഷിപ്പിൽ പിടിച്ചെടുക്കുന്ന തുച്ഛമായ സംഖ്യകൊണ്ട് നാട്ടിലും ജോലിയുമായി റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ കൂട്ടായ്മ ഉറ്റവരെയും ഉടയവരെയും വിട്ടകന്ന് ദീർഘമായ പ്രവാസത്തിൽ നയിക്കുന്ന നമ്മുടെ നാട്ടുകാരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കി സമയാസമയങ്ങളിൽ സഹായം എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കൂട്ടായ്മയുടെ രൂപീകരണം മുതൽ ഇപ്പോഴും ഈ കൂട്ടായ്മയെ നയിക്കുന്ന കരുത്തനായ പ്രസിഡന്റ് ശിവൻ പറക്കാടൻ, സെക്രട്ടറി ജനറലായ ഇഞ്ഞാൻ മുത്തരി പറയാൻ, ട്രഷറർ ഷമീർ ബാബു പുലാക്കൽ, കോർഡിനേറ്റർ ഇബ്രാഹിം പുലാക്കരക്കൽ എന്നിവർക്ക് പുറമെ വൈസ് പ്രസിഡന്റുമാരായ ഷംസുദ്ദീൻ ആലിത്തൊടി, നൌഷാദ് പടിഞ്ഞാറക്കര, ഹംസ അന്നൂർ പറമ്പിൽ, ജോയിന്റ് സെക്രട്ടറിമാരായ ഷംസുദ്ദീൻ കാളമലി, റിയാസ് കുമ്പറമ്പിൽ, സാദിഖലി കരിക്കാന്തോണത്ത് എന്നിവരടക്കം 24 പ്രവർത്തക സമിതി അംഗങ്ങൾ ഈ കൂട്ടായ്മയ്ക്ക് കരുത്തു നൽകുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അർഹരായ ആളുകളെ കണ്ടെത്തുന്നതിനും നാട്ടിലെ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും വേണ്ടി പാലക്കൽ ബാബു ഹാജി, മണി പാറയിൽ, ബച്ചു മാടര, ഇബ്നു അബ്ബാസ് വല്ലൂരക്കൽ, ഹംസ കോഴിക്കുന്നത്, റഷീദ് പാലാസ് എന്നിവർ അടങ്ങുന്ന കരുത്തരായ 6 ഉപദേശക സമിതിയെ ഈ കൂട്ടായ്മ നിയോഗിച്ചിരിക്കുന്നു. നിസ്വാർത്ഥമായ സേവനം കൊണ്ട് ധനസഹായങ്ങൾക്ക് ഏറ്റവും അർഹരായ ആളുകളെ കണ്ടെത്താനും അത് അവർക്ക് എത്തിക്കാനും ഈ കൂട്ടായ്മ സാധിക്കുന്നുണ്ട്. സ്നേഹസ്പർശം 2014 കഴിഞ്ഞ വർഷം വാർഷികോത്സവത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ വെച്ച് 10 പെൺകുട്ടികൾക്ക് തയ്യൽ മെഷീൻ വിതരണം ചെയ്തു. കിടപ്പിലായ രോഗികളെ പരിചരിക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്ററിന് വാർഷിക ധനസഹായം നൽകുകയും ചെയ്തു. 20 വിധവകൾക്ക് മാസാന്തര പെൻഷൻ നൽകിയ ഈ കൂട്ടായ്മ മാസം തോറും തെരഞ്ഞെടുക്കപ്പെടുന്ന 2 രോഗികൾക്ക് ധനസഹായം നൽകുകയാണ്. നാട്ടിൽ റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പുറമെ യൂണിയനിൽ ജോലി ചെയ്യുന്ന നമ്മുടെ നാട്ടുകാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ ഈ കൂട്ടായ്മ സാധിക്കുന്നുണ്ട്. കൂടുതൽ മെച്ചപ്പെട്ട തൊഴിൽ കണ്ടെത്താനും തൊഴിൽ നഷ്ടമായവർക്ക് മറ്റൊരു തൊഴിൽ അന്വേഷിക്കാനും നാട്ടിൽ നിന്നും തൊഴിൽ നേടിയെത്തുന്നവർക്ക് തൊഴിൽ അന്വേഷണത്തിന് സഹായിക്കാനും കരുത്തുറ്റ ഒരു ജോബ് ലീഗിനെ ഈ കൂട്ടായ്മ രൂപം നൽകിയിട്ടുണ്ട്.
ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന നമ്മുടെ നാട്ടുകാരെ ഭൂരിഭാഗവും നാട്ടിൽ സ്വന്തമായി ഇൻവെസ്റ്റ് ചെയ്യാൻ അപ്രാപ്തരാണ്. ഈ സാഹചര്യത്തിൽ വിഷൻ 2016 എന്ന പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് ഒരു ഓഹരി നിക്ഷേപ പദ്ധതിക്ക് ഈ കൂട്ടായ്മ രൂപം നൽകി. ഒരാൾ മാത്രമായി നടപ്പിലാക്കാൻ കഴിയാത്ത പദ്ധതി ഒരു കൂട്ടം നിഷ്പ്രയാസം ചെയ്യാമെന്ന രൂപത്തിൽ ഇതിനായി കൂട്ടായ്മ രൂപരേഖകൾ തയ്യാറാക്കി പ്രവർത്തിച്ചു വരുന്നു. അനാഥകളായ 2 പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം വീണ്ടെടുത്തുകൊണ്ട് ഈ കൂട്ടായ്മ മാതൃകയാകുകയുണ്ടായി. 2015 ഏപ്രിൽ മാസം 10-ാം തീയതി അബുദാബിയിൽ വെച്ച് നടന്ന കൂട്ടായ്മയുടെ 2ാം വാർഷികത്തിന് 100 കണക്കിന് പേർ പങ്കെടുത്തു. അടുത്ത ഒരു വർഷത്തേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയും അടുത്ത ഒരു വർഷം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ ചർച്ച ചെയ്ത് പ്രഖ്യാപിക്കുകയും ചെയ്തു. 2015-16 വർഷത്തേക്കുള്ള റെയിൽവേ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് സ്നേഹസ്പർശം എന്ന പേരിൽ പരിപാടി നടത്താൻ മാറുന്ന ജീവിതശൈലിയും അതിനോടനുബന്ധിച്ചുള്ള ജീവിത ചിലവുകളും മാറാത്ത ശമ്പളവുമായി പ്രതികൂല സാഹചര്യങ്ങളോട് മലകടിച്ച് ഉറ്റവരെയും ഉടയവരെയും പിരിഞ്ഞ് പ്രവാസിയായി നാട്ടിൽ വരുമ്പോൾ മകളുള്ള അത്തരത്തിലുള്ള പ്രവാസിയുടെ ഉള്ളിലേക്കുന്ന കനലുകളെ തിരിച്ചറിയാനും വരവിനനുസരിച്ച് ചെലവ് ചെയ്യാനും സമ്പാദ്യശീലങ്ങളെ കുറിച്ച് പ്രവാസിയുടെ കുടുംബത്തെ ബോധവാന്മാരാക്കാനും ഉതകുന്ന രൂപത്തിൽ ഒരു കുടുംബ സംഘം നടത്താനും തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നാം ഏവരും ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്ന് ഇവിടെ വിതരണം ചെയ്യാൻ പോകുന്ന റെയിൽവേ പ്രവർത്തനങ്ങളും ബഹുമാനപ്പെട്ട ശ്രീ മുഹമ്മദ് മാസ്റ്ററുടെ ക്ലാസ് കഴിഞ്ഞ ശേഷം മാത്രമേ തിരിഞ്ഞു പോകാവൂ എന്ന് നിങ്ങളോട് ഏവരും അഭ്യർത്ഥിക്കുകയാണ്. 2015-16 വർഷത്തെ റെയിൽവേയുമായി 20 ജില്ലകളിലുള്ള വിധവാ പെൻഷൻ സംഖ്യ വർധനകൂടെ നിലനിർത്തുകയും പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്ററിൽ നൽകുന്ന ധനസഹായം തുടരാനും മാസം തോറും തിരഞ്ഞെടുക്കപ്പെടുന്ന 2 രോഗികൾക്ക് നൽകുന്ന ധനസഹായം നിലനിർത്താനും തീരുമാനിച്ചു. അവശരായ 5 രോഗികൾക്ക് അവശ്യ പെൻഷൻ എന്ന പേരിൽ പുതിയൊരു പദ്ധതിയുടെ കൂട്ടായ്മ ഈ വർഷം രൂപം നൽകി. കൽപ്പയിൽ ജോലിക്കിടെയുണ്ടായ അപകടത്തിൽ മരണമടഞ്ഞ കുത്തിലാത്ത അസ്തുകളുടെ കുടുംബത്തിന് ജർപ്പളശ്ശേരിയിലെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരു സ്വയം തൊഴിൽ പദ്ധതി ഉണ്ടാക്കിയിട്ട് താക്കോൽദാനം എന്ന ഇവിടെ വെച്ച് നടക്കാൻ പോകും. കൂടാതെ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കൂട്ടായ്മയുടെ കുടുംബത്തിലെ കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും ഇന്ന് വിതരണം ചെയ്യുന്നുണ്ട്. പെങ്ങളുടെ കല്യാണം നടത്താൻ അതല്ലെങ്കിൽ മകളുടെ കല്യാണം നടത്താൻ വീട് വെക്കാൻ സ്ഥലമാകാനും അങ്ങനെ 100 സ്വപ്നങ്ങൾ കണ്ട് കടൽ കടന്ന് മരുഭൂമിയിൽ ഏർപ്പെടുന്ന പ്രവാസികളായ നെൽപ്പശ്ശേരിയിലെ കൂട്ടായ്മയുടെ പ്രവർത്തകർ ആഴ്ചയിൽ വീടുമുട്ടുന്ന ഇത്തിരി സമയം കൊണ്ട് തുച്ഛമായ ശമ്പളത്തിൽ നിന്നും കൂട്ടായ്മക്കായി നൽകുന്ന ചില്ലറത്തുകളിൽ നിന്നാണ് ഇത്തരം ധനസഹായങ്ങളെല്ലാം വിതരണം ചെയ്യുന്നത്. അവർക്ക് വേണ്ടത് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന മാത്രമാണ്. മറ്റുള്ളവർക്ക് വിളിച്ചു നൽകാൻ സ്വയം ഉരുവിട്ടിരുന്ന പ്രകൃതിയായി ഇല്ലാതെയാവുന്ന ഓരോ പ്രവാസിയുടെയും ജീവിതം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുക. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും. വേദിയിലെ സദസ്സിലെ മഹാനഗരങ്ങളെ സംബോധന ചെയ്ത് സമയം ഉദ്ദേശിക്കുന്നില്ല. ഒരുപാട് പരിപാടികളുടെ ഉദ്ദേശിക്കുന്നുണ്ട്. പ്രശസ്തമായ സൈക്കോളജിസ്റ്റ് ബഹുമാനായ മുഹമ്മദ് മാസ്റ്റർ ക്ലാസ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ സംഘർഷപ്പെടുന്നത് നേർക്കാഴ്ചയെപ്പറ്റി കൂടുതൽ വിടുന്നതിന് മുമ്പേ ഇവിടെ നല്ലൊരു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആ റിപ്പോർട്ടിലെല്ലാം ഉൾപ്പെടുന്നത് UAE കൂട്ടായ്മയുടെ ചെപ്പശ്ശേരിയിലെ 6 വ്യക്തികളാണ് ഇവരുടെ അപേക്ഷകളെല്ലാം തെരഞ്ഞെടുത്ത് അവർക്ക് അയക്കുക. അതിൽ ഒരു വ്യക്തി ഞാനുമുണ്ട്. ഈ അപേക്ഷ വരുമ്പോൾ ഞങ്ങൾ മാനസികമായി വളരെ പ്രയാസപ്പെടാറുണ്ട്. വെറും 5 കിലോമീറ്റർ ഉള്ളിൽ പരിധിയുള്ള ഒരു സംഘടനയാണ്. ചെപ്പശ്ശേരി മൂന്ന് പ്രദേശം ഉൾപ്പെട്ടില്ല. 5 കിലോമീറ്റർ ഏകദേശം 6 കിലോമീറ്ററുള്ളിൽ ഉൾപ്പെടുന്ന പ്രദേശത്തുള്ള UAEയിലുള്ള നമ്മുടെ നാട്ടുകാരുടെ ഒരു സംഘടനയാണ്. അതിൽ നിന്ന് തന്നെ വരുന്ന അപേക്ഷകൾ കണ്ടാൽ നമ്മളെല്ലാം ബന്ധപ്പെട്ടു പോകും. കാരണം ഓരോ അപേക്ഷ ഒന്നിനു മേൽ വന്ന് അത്രയും പരാതികളും പ്രയാസങ്ങളും ഉൾക്കൊള്ളുന്ന അപേക്ഷകളാണ്. അതിൽ ഒന്നും തള്ളാനോ ഉൾക്കൊള്ളാനോ കഴിയാത്ത വിധം ഒരു പരിധിയുണ്ട് ഒരു കാര്യമാണ്. ഞാൻ ആലോചിച്ചതുപോലെ ഇതുമാതിരി എല്ലാ പ്രദേശത്തുമുള്ള മറ്റുള്ള 5 കിലോമീറ്ററുകളോ 6 കിലോമീറ്ററോ ഇതുമാതിരി സംഘടനകൾ ഉണ്ടാക്കുകയാണെങ്കിൽ
നമ്മുടെ പ്രദേശങ്ങളിൽ ആരും ബുദ്ധിമുട്ടില്ല, ആരും കഷ്ടപ്പെടില്ല. അത് നിങ്ങളിൽ നിന്ന് മനസ്സിലാക്കി കൊണ്ടുപോകണമെന്ന് ഉദ്ദേശിക്കുകയാണ്. അതുപോലെ ഇവിടെ ഇപ്പോൾ ഈ കൊടുത്തുകൊണ്ടിരിക്കുന്ന സഹായങ്ങളെ പറ്റി അതെല്ലാം വളരെ വ്യക്തമായി ബഹുമാനായ ഷെമീറും അത്തരത്തിലുമെല്ലാം നിങ്ങളോട് വിശദീകരിച്ചു. എനിക്ക് നിങ്ങളോട് ചെറിയൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇവിടെ സംഘടന UAE തുടർന്നിട്ട് 2 വർഷമായിട്ടുണ്ട്. ഈ 5 കിലോമീറ്ററുള്ള നമ്മുടെ നാട്ടിലായ 250 വ്യക്തികളാണ് ഇതിന് മെമ്പർമായിട്ടുള്ളത്. അവർ ഇവിടെ ചെയ്യുന്ന അതേ പ്രവർത്തനം തന്നെയാണ് UAE ചെയ്യാൻ കഴിയുന്നത് എന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ ഒരു മാസം മുമ്പ് അവിടെ സന്ദർശിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഉണ്ടായി. ഞാൻ ഈ സംഘടനയുടെ പ്രസിഡന്റിന്റെ റൂമിലായിരുന്നു താമസിച്ചത്. അദ്ദേഹം ഈ റമദാൻ മാസത്തിൽ ഇശാ നമസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് തുടങ്ങുന്നതിന് മുന്നായി ഒരു പോകുമ്പോഴാണ് ഈ പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു മെമ്പറുടെ അവിടുത്തെ കഷ്ടപ്പാട് അവിടെ ചെന്ന് മനസ്സിലാക്കാൻ നമുക്ക് മനസ്സിലാവും. ഇവിടെ പോയി കാണുന്നതൊന്നുമല്ല കെട്ടുകാരുടെ ചെയ്യുന്നത്. ഒരു വ്യക്തി ഈ UAE കൂട്ടായ്മ കീഴിലുള്ള ഒരു മെമ്പർ അദ്ദേഹത്തെ വിളിച്ചു പറയാണ്, പല്ലുവേദന നമുക്ക് സഹിക്കാൻ വയ്യ, ഇവിടെ വണ്ടിയൊന്നുമില്ല, ഏതെങ്കിലും ഒരു ഡോക്ടറെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് ചോദിച്ചു. അദ്ദേഹം നമ്മുടെ പ്രായനിസ്കാരം ഒഴിവാക്കി എന്നോട് പറഞ്ഞിട്ട് പെട്ടെന്ന് റൂമിൽ പോകണം, അദ്ദേഹത്തിന് സുഖമില്ല. അയാളെ കയറ്റി കിലോമീറ്ററിനപ്പുറത്തെ ഡോക്ടറുടെ സ്ഥാപനം അന്വേഷിച്ചപ്പോൾ സ്ഥാപനം നടത്തുന്നത്. അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോയി. ഏകദേശം 12 മണിക്കാണ് ഡോക്ടറെ കാണുന്നത്. രാത്രി നഷ്ടപ്പെട്ടു. എന്നിട്ട് അദ്ദേഹത്തിന് ഇഞ്ചക്ഷൻ കൊടുത്ത് മരുന്ന് കൊടുത്ത് റൂമിൽ തിരിച്ചു കൊണ്ടാക്കിയ ഒരു അനുഭവം. അത്തരം സമീപനമാണ് ഇവിടെ കൂട്ടായ്മ കൊണ്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മുടെ എല്ലാ മക്കളോടും ഇത് ഒരു അംഗമാവാൻ